നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയവും മഹാരാഷ്ട്ര രാഷ്ട്രീയവും അടക്കി വാണിരുന്ന ഒരു നേതാവാണ് ശരത് പവാർ. എന്നാൽ ശരത് പവാറിന്റെ NCP പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NCP പിളർന്നതിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NCP വലിയൊരു ശക്തി മഹാരാഷ്ട്രയിൽ കാണിച്ചിരുന്നു. ബാരാവതിയിൽ ശരത് പവാറിന്റെ മകൾ അവിടെ മത്സരിക്കുകയും 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP ഒന്നുമല്ലാതായിത്തീരുന്ന കാഴ്ചയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NCP വിഭാഗം പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു കാഴ്ച തെരഞ്ഞെടുപ്പോടെ കാണുന്നു. ശരത് പവാർ വിഭാഗം മത്സരിച്ചത് 86 സീറ്റുകളിലാണ്. ഇതിൽ 12 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് മുന്നേറാൻ സാധിച്ചത്. ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്കാകെ സാധിച്ചത് ഈ ഒരു 12 സീറ്റുകളിൽ മാത്രമാണ്. എന്നാൽ ഔദ്യോഗിക വിഭാഗമായ NCP മികച്ച മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചത്. 59 സീറ്റുകളിൽ അവർ മത്സരിക്കുകയും 40 സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മത്സരിച്ച സീറ്റുകളിലൊക്കെ തന്നെ വലിയ മാർജിനിൽ അവർക്ക് വിജയിക്കാനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധേയമായ മത്സരം നടന്നത് ശരത് പവാറിന്റെ ശക്തി കേന്ദ്രമായ ബാരാവതിയിലാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറാണ് ഇവിടെ വിജയിക്കുകയും ചെയ്തത്. പിളർപ്പിന് ശേഷം NCP 54 സീറ്റുകൾ നേടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം NCPയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഇതോടുകൂടി മഹാരാഷ്ട്രയിലെ മറാത്ത രാഷ്ട്രീയം പൂർണ്ണമായും സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.